Today, let us discuss certain problems related to the topic digital to analog conversion. We have already covered digital to analog conversion. What is digital to analog conversion? We are having digital data in our hand. We need to convert it to an analog signal. Okay, അതാണ് നമ്മൾ പഠിച്ചത് ഡിജിറ്റൽ ഡാറ്റ ആനലോഗ് സിഗ്നൽ എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചു. അപ്പോൾ അതിൽ വി ഹാവ് സ്റ്റഡീഡ് 3 ടെക്നോളജീസ്: ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആൻഡ് ഫേസ് ഷിഫ്റ്റ് കീയിങ്. അപ്പോൾ അതിൽ നമ്മൾ ചോദിക്കാവുന്ന ചില പ്രോബ്ലംസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ബിഫോർ ഗോയിങ് ഇൻ ടു ദ പ്രോബ്ലം ലെറ്റ് us ഡിസ്കസ് സർട്ടൺ ന്യൂ കീവേഡ്സ്. ദ ഫസ്റ്റ് വൺ ഇസ് ഡാറ്റ എലിമെൻറ്റ് ആൻഡ് സിഗ്നൽ എലിമെൻറ്റ്. ഡാറ്റ എലിമെൻറ്റ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ടു ബി എക്സ്ചേഞ്ച്ഡ്. ഓക്കെ, നമ്മൾ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്മോളസ്റ്റ് എലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കയ്യിൽ ഡിജിറ്റൽ ഡാറ്റ ആണല്ലോ. ദ സ്മോളസ്റ്റ് എലിമെൻറ്റ് വിൽ ബി ദ ഫോം ഓഫ് ബിറ്റ്സ്. ഓക്കെ, അതാണ് സ്മോളസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ടു ബി എക്സ്ചേഞ്ച്ഡ്, വിച്ച് ഈസ് കോൾഡ് ബിറ്റ്. നെക്സ്റ്റ് സിഗ്നൽ എലിമെൻറ്റ്. ഇനി നമ്മളതിനെ സിഗ്നലാക്കി കഴിയുമ്പോൾ അതിലെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്താണോ അതിനെയാണ് നമ്മൾ സിഗ്നൽ എലിമെൻറ്റ് എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ സിഗ്നൽ ഈസ് നോൺ ആസ് സിഗ്നൽ എലിമെൻറ്റ്. Okay, now a ratio R is the number of data element carried by each signal. Okay, R എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. അപ്പോൾ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡാറ്റ എലിമെൻറ്റ്സ്, ഒരു സിഗ്നലിൽ എത്ര ഡാറ്റ എലിമെൻറ്റ്സ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ആറിൻ്റെ കണക്ക്. ഓക്കെ, സോ ഡാറ്റ എലിമെൻറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ടു ബി എക്സ്ചേഞ്ച്ഡ്. അല്ലെങ്കിൽ സ്മോളസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ടു ബി എക്സ്ചേഞ്ച്ഡ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ടൈം. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ബിറ്റാണ്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ ഈസ് ബിറ്റ്. സിഗ്നൽ എലിമെൻ്റ് ആണ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ സിഗ്നൽ. ക്ലിയർ? റേഷ്യോ ഇസ് ദ നമ്പർ ഓഫ് ഡാറ്റ എലിമെൻറ്റ്സ് ക്യാരിഡ് ബൈ ഈച്ച് സിഗ്നൽ. ഒരു സിഗ്നലിൽ എത്ര ഡാറ്റ എലിമെൻറ്റ്സ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, now data rate and signal rate. data rate എന്ന് പറയുന്നത് എന്താണ്? the number of data elements sent in 1 second. ഓക്കെ, അതായത് നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്മിറ്റഡ് ഇൻ 1 second. നമ്പർ ഓഫ് ഡാറ്റ ഇവിടെ ഡാറ്റ എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്സ് ആണ്. സോ ഡാറ്റ റേറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് സെൻഡ് ഓർ ട്രാൻസ്മിറ്റഡ് ഇൻ 1 second. അതല്ലേ നമ്മൾ പഠിച്ചത്, കഴിഞ്ഞ സെഷനിലെല്ലാം പഠിച്ചായിരുന്നു. BPS ആണ് അതിൻ്റെ യൂണിറ്റ്, ബിറ്റ്സ് പെർ സെക്കൻഡ്. ദ യൂണിറ്റ് ഓഫ് ഡാറ്റ റേറ്റ് ഈസ് ബിറ്റ്സ് പെർ സെക്കൻഡ്. ഓക്കെ, ദിസ് ഡാറ്റ റേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബിറ്റ് റേറ്റ്. അപ്പം നമ്മുടെ പ്രോബ്ലംസിലെല്ലാം വിൽ ബി ആസ്കിങ് ബിറ്റ് റേറ്റ്. അതെപ്പോഴും ബിറ്റ് റേറ്റ് എന്നായിരിക്കും കാണപ്പെടുന്നത്, ഡാറ്റ റേറ്റ് എന്ന് കാണത്തില്ല. ഓക്കെ, ഈസ് ഓൾസോ നോൺ ആസ് ബിറ്റ് റേറ്റ്. ഓക്കെ, സോ ഡാറ്റ റേറ്റ് ഈസ് നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്മിറ്റഡ് ഇൻ 1 second. The unit is bits per second, is also known as bit rate. Next is signal rate. What is signal rate? The number of signal sent in 1 second. Number of signal element. Okay, signal element എന്താണെന്നുള്ള പഠിച്ചു. അതിൻ്റെ എത്ര എണ്ണം ഒരു സെക്കൻഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് സിഗ്നൽ റേറ്റ്. സിഗ്നൽ റേറ്റ് ഈസ് നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് സിഗ്നൽ എലിമെൻറ്റ് സെൻറ്റ് ഇൻ 1 second. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബോർഡ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബോർഡ് എന്നാണ് പറയുന്നത്, ബോർഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബോഡ് റേറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലെല്ലാം ഇറ്റ് വിൽ ബി മെൻഷൻഡ് ആസ് ബോഡ് റേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പൾസ് റേറ്റ്, മോഡുലേഷൻ റേറ്റ്. ഓക്കെ, ബോഡ് റേറ്റിൻ്റെ കൂടെ ഇതിന് വേറെ പേരുകളുണ്ട്, പൾസ് റേറ്റും മോഡുലേഷൻ റേറ്റും. നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ബോഡ് റേറ്റ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഡാറ്റ റേറ്റ് or the bit rate is represented by n and the baud rate or the signal rate is represented by s. Clear? അപ്പോൾ ഇവർ തമ്മിൽ നമുക്ക് ഇതിന് മുമ്പ് നമ്മൾ ആറും പഠിച്ചു. ഓക്കെ, ആറ് എന്താണെന്ന് നമ്പർ ഓഫ് ഡാറ്റ എലിമെൻറ്റ്സ് ആറും പഠിച്ചു. അപ്പോൾ ഈ എസും എന്നും ആറും തമ്മിൽ വി ആർ ഹാവിങ് എ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിക്കുക. ദിസ് ഈസ് ദ ഫോർമുല. എസ് ഈക്വൽ ടു n ഇൻറ്റു 1/r where s is what is s? s is the bit rate. Okay, s is the baud rate, signal rate അല്ലെങ്കിൽ baud rate. n is the data rate or the bit rate. r is the number of data elements. Okay, r is the number of data elements. Clear? This is the formula for relating data rate or the bit rate, baud rate and
what r is the number of data element. Okay, now in an analog transmission the value of r can be computed, or the value of r can be computed using the formula r equal to log L to the base 2. Okay, log L to the base 2. ക്ലിയർ? അതാണ് ഇതിൻ്റെ ഫോർമുല. ക്ലിയർ? അപ്പോൾ L കണ്ടുപിടിക്കണമെങ്കിലോ, ഇതൊന്ന് L എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? L ഈക്വൽ ടു 2 to the power r. ഓക്കെ, ഇവിടെ 2r എന്നാണ് എഴുതിയേക്കുന്നത്. ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. ഇറ്റ് ഈസ് L ഈക്വൽ ടു 2 to the power r. ഓക്കെ, അപ്പോൾ r കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലോഗ് L to the base 2. ഇപ്പോൾ L കണ്ടുപിടിക്കാൻ L ഈക്വൽ ടു 2 raised to r. ഓക്കെ, വാട്ട് ഈസ് L? നമ്മളെപ്പോഴും Lനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മുടെ സിഗ്നൽ എലിമെൻറ്റ് ഒക്കെ നമ്മൾ എന്താ പഠിച്ചത്? സിഗ്നൽ L എന്ന് പറയുന്നത് ലെവൽ ഓഫ് ദ സിഗ്നൽ എന്ന് പറഞ്ഞു. ഇവിടെ ലെവൽ അല്ല, ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ദ സിഗ്നൽ എലിമെൻറ്റ്. L represents the type of the signal elements. Okay, type of the signal element ആണ് L എന്ന് പറയുന്നത്. Clear? So this is the formula for data rate or the bit rate and signal rate or the baud rate. This is the relation between the bit rate, baud rate and the number of data elements. Okay, now let us see few problems. First question, an analog signal carries 4 bits per signal element. If 1000 signal elements are present per second, find the bit rate. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ബിറ്റ് റേറ്റ് ആണ്. ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് n. ഓക്കെ, ഇവിടെ നമുക്ക് സിഗ്നൽ എലിമെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിഗ്നൽ എലിമെൻറ്റ് S ഈക്വൽ ടു 1000 ആണ്. 1000 സിഗ്നൽ എലിമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി 4 ബിറ്റ്സ് പെർ സിഗ്നൽ എലിമെൻറ്റ്. ഒരു സിഗ്നൽ എലിമെൻറ്റ് എത്ര ബിറ്റ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് 4 ബിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് r എന്ന് പറയുന്നത്. ഓക്കെ, സോ r എന്താണ്? r ഈസ് എ നമ്പർ ഓഫ് ഡാറ്റ എലിമെൻറ്റ്സ് അല്ലേ? അപ്പോൾ ഒരു സിഗ്നൽ എലിമെൻറ്റിൽ എത്ര ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്? 4 ബിറ്റാണ്. എ സിഗ്നൽ എലിമെൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 4 ബിറ്റ്സ്. ദിസ് ഈസ് എ വാല്യൂ ഓഫ് r. സോ r ഈക്വൽ ടു 4, S ഈക്വൽ ടു 1000. Okay, we have to find n. Okay, we are having a formula S equal to n into 1 by r. Okay, S equal to n into 1 by r. ഈ പറഞ്ഞ ഫോർമുല അല്ലേ, അതിവിടെ എഴുതിക്കുന്നു. From that we can substitute n equal to S into r. Okay, so S is 1000 and r is 4, which is 4000 bps, 4000 bits per second. This is the answer. 4000 bps is the answer. Clear? Okay, അപ്പോൾ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു കോംപ്ലക്സിറ്റി ഇല്ല. നമുക്കിവിടെ S തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. ഓക്കെ, ബിറ്റ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ അനലോഗ് സിഗ്നൽ ഹാസ് എ ബിറ്റ് റേറ്റ് ഓഫ് 8000 bps. ഇവിടെ നമുക്ക് ബിറ്റ് റേറ്റ് തന്നിട്ടുണ്ട് ആൻഡ് എ ബോഡ് റേറ്റ് ഓഫ് 1000 baud. How many data elements are carried by each signal? Okay, how many data rate are carried by each signal? നമുക്ക് R ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സിഗ്നലിൽ എത്ര ഡാറ്റ എലിമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കണക്കാണ് R. ഓക്കെ, ദെൻ ഹൗ മെനി സിഗ്നൽ എലിമെൻറ്റ്സ് ഡു വി നീഡ്? നമുക്കിവിടെ എത്ര സിഗ്നൽ എലിമെൻറ്റ്സ് കണ്ടുപിടിക്കണം, അതായത് എല്ലും കണ്ടുപിടിക്കണം. ഓക്കെ, നമ്പർ ഓഫ് സിഗ്നൽ എലിമെൻറ്റ്സ് ഈസ് L, ഈസ് റെപ്രസെൻറ്റഡ് ബൈ L. ഓക്കെ, ഒരു സിഗ്നൽ എലിമെൻറ്റിൽ ഹൗ മെനി ബിറ്റ്സ് ആർ അല്ലെങ്കിൽ ഹൗ മെനി ഡാറ്റ എലിമെൻറ്റ്സ് ആർ ക്യാരിഡ് ഇൻ 1 സിഗ്നൽ എലിമെൻറ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് R. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 8000 bps, ദിസ് ഈസ് ദ ഡാറ്റ റേറ്റ്. ഡാറ്റ റേറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ n അല്ലേ? സോ n ഈക്വൽ ടു 8000. baud rate is represented by S equal to 1000 baud. Okay, we have to find how many data element carried by each signal, which is R, and how many signal do we need, how many signal element do we need, that is L. L-ഉം R-ഉം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ S തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്. we need to find R and L. First we find first the value of R and then find the value of L. ആദ്യം നമ്മൾ R കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, we have the formula S equal to N into R. We are having N S. S n ഉണ്ട്, അതൊന്ന് R കണ്ടുപിടിക്കാമല്ലോ. R equal to N by S.
Okay, 8000 by 1000 is 8 bits per baud. Okay, ഇപ്പോൾ ആറിൻ്റെ യൂണിറ്റ് നോക്കിക്കോണം. ആർ ഈസ് ഇവിടെ എഴുതുമ്പോൾ 8 ബിറ്റ്സ് പെർ ബോർഡ്. ഓക്കെ, എൻ എന്ന് പറയുന്ന ബിറ്റ്സ് അല്ലേ, BPS ആണ്, ഇത് ബോർഡാണ്. അപ്പോൾ 8 ബിറ്റ്സ് പെർ ബോർഡ് എന്ന് എഴുതാം. നൗ ആർ, the value of r. Okay, we need to find the value of L. R നമുക്ക് കിട്ടി, ഇനി L കണ്ടുപിടിക്കുക. R equal to, we are having a relation between R and L. R equal to log L to the base 2. So L equal to 2 raised to R. R is already obtained, so we can directly substitute. It is 2 raised to 8. It is 2, 2, 5, 6. Okay, ഇത് നമ്പറാണ്. ഹൗ മെനി സിഗ്നൽ എലിമെൻറ്റ്, L എന്ന് പറയുന്നത് നമ്പറാണ്. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഒന്നുമില്ല. ദിസ് ഈസ് ഇൻ നമ്പർ. Okay, this is the second question. Now another formula, ബാൻഡ്വിഡ്ത്ത് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതായത് നമുക്ക് ഈ ഓരോ കോൺസെപ്റ്റിൽ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആൻഡ് ഫേസ് ഷിഫ്റ്റ് കീയിങ്, അതിൽ നമുക്ക് ബാൻഡ്വിഡ്ത്ത് ചോദിച്ചു കഴിഞ്ഞാലുള്ള ഫോർമുലയാണ് ഇത്. B equal to 1 plus D into S. Okay, so B is the bandwidth, S is baud rate, and D എന്ന് പറയുന്ന വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. D മിക്കവാറും 0യോ 1 ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി വാല്യൂസ് ബിറ്റ്വീൻ 0 and 1. ഓക്കെ, ഈ ഡിയുടെ വാല്യൂ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോഡുലേഷൻ ആൻഡ് ഫിൽറ്ററിങ് പ്രോസസ്സ്. ഏത് ടൈപ്പ് ഓഫ് മോഡുലേഷനാണ്, ഏത് ഫിൽറ്ററിങ് പ്രോസസ്സാണ് നടക്കുന്നതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഡിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ അറിയാവേണ്ട കാര്യമല്ല. D will be given in the question. Okay, D will be mostly 0 or 1. Okay, so this is the formula for bandwidth. Okay, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. We have an available bandwidth of 100 kilohertz which spans from 200 to 300 kilohertz. What is the bit rate if we modulate our data by using ASK if D equal to 1? അപ്പോൾ we have it is in the question, the bandwidth is given, it is 100 kilohertz, it spans from 200 to 300. ഇത് പറയേണ്ട കാര്യമില്ല, കാരണം ഇതിൽ നിന്നാണ് നമ്മൾ ബാൻഡ്വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. ഹയർ ഫ്രീക്വൻസി മൈനസ് ലോവർ ഫ്രീക്വൻസി ഇസ് ദ ബാൻഡ്വിഡ്ത്ത്. 300 minus 200, 100 is the bandwidth. So 100 is the bandwidth. Now we have to find the bit rate, n കണ്ടുപിടിക്കണം. ഓക്കെ, മോഡുലേറ്റഡ് ഡാറ്റ ബൈ യൂസിങ് ASK വഴിയാണ് മോഡുലേറ്റ് ചെയ്യുന്നത്. The D value is 1. Okay, D value is also given. So given D equal to 1. Now bandwidth B is equal to 100. Okay, അപ്പോൾ ASK ഫ്രീക്വൻസി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും, ASK ആവുന്നതുകൊണ്ട്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ R എന്ന് പറയുന്നത് ഇറ്റ് ഈസ്, നമുക്ക് ഒരു ഫോർമുലയുണ്ട്, R ഈക്വൽ ടു log L to the base 2. ഓക്കെ, L എന്ന് പറഞ്ഞാൽ എന്താണ്? L ഈസ് ദ ടൈപ്പ് ഓഫ് ദ സിഗ്നൽ എലിമെൻ്റ് ആണ് L എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ASK ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ASK സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ബിറ്റ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു 0 വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 1 ആംപ്ലിറ്റ്യൂഡ്, 1 ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ അനദർ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അങ്ങനെ 2 ടൈപ്പ് ഓഫ് സിഗ്നലാണ് അവിടെ ഉള്ളത്. ഓക്കെ, 2 ടൈപ്പ് ഓഫ് സിഗ്നൽ, 0യ്ക്ക് ഒരു ടൈപ്പും 1ന് വേറൊന്നും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ Lൻ്റെ വാല്യൂ ഒന്നുമില്ല, ഇറ്റ് വിൽ ബി 2 ടൈപ്പ് ഓഫ് സിഗ്നൽ എലിമെൻ്റ് ആണല്ലോ. അപ്പോൾ Lൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. R ഈക്വൽ ടു log L to the base 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും R will be 1. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സിൻസ് ഇറ്റ് ഈസ് ASK, R will be always 1 എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ASK എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീ. ഓക്കെ, 0 വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ആംപ്ലിറ്റ്യൂഡ് എടുക്കും. ഓക്കെ, 1 വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ആംപ്ലിറ്റ്യൂഡ് എടുക്കും. അതാണ് ASK എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വിൽ ബി കമ്പ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് R. ക്ലിയർ? ഇനി നമ്മൾ ആ ബാൻഡ്വിഡ്ത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഈ ബാൻഡ്വിഡ്ത്തിൻ്റെ ഫോർമുല അങ്ങ് എഴുതുക. B equal to 1 plus D into S എന്നുള്ള ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല അങ്ങ് എഴുതുക. ഓക്കെ, ഇനി എസ് എന്താ നമുക്ക് തന്നിട്ടുള്ളത്? എസ് തന്നിട്ടില്ല, നമുക്ക് N ആണ് വേണ്ടത്. എസ് ഇവിടെ തന്നിട്ടില്ല. വി ഹാവ് ടു കമ്പ്യൂട്ട് N അല്ലേ. വാട്ട് ഈസ് ദ ബിറ്റ് റേറ്റ് അല്ലേ? ബിറ്റ് റേറ്റ് ഈസ് N. വി ഹാവ് ടു കമ്പ്യൂട്ട് N. അപ്പോൾ നമ്മൾ ഈ ഫോർമുല നമ്മൾ മാറ്റി എഴുതും. ഏത് ഫോർമുലയായിട്ട് എഴുതും? നമ്മൾ നേരത്തെ എസ് കണ്ടുപിടിച്ചില്ലേ,
എസ് കണ്ടുപിടിച്ച് ഈ ഫോർമുലയായിട്ട് മാറ്റും. എസ് ഈക്വൽ ടു എൻ ഇൻറ്റു 1/r എന്ന് എഴുതും. ഓക്കെ, സോ എസ്സിന് പകരം വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിങ് എൻ ഇൻറ്റു 1/r. ഓക്കെ, അപ്പോൾ ഇവിടെ 1 പ്ലസ് ഡി ഈക്വൽ ടു 1 ആയതുകൊണ്ടാണ് 1 + 1 2 എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു എൻ ഇൻറ്റു 1/r എന്ന് എഴുതും. ഓക്കെ, എസ് ഈക്വൽ ടു എൻ ഇൻറ്റു 1/r. ഓക്കെ, എസ് ഈക്വൽ ടു എൻ ഇൻറ്റു 1/r ആണ് ഫോർമുല. അങ്ങനെ മാറ്റി എഴുതിയിട്ട് നമ്മൾ ഇതുപോലെ എഴുതാം. 2n ഈക്വൽ ടു 1/r ഈക്വൽ r ഈസ് ഓൾസോ 1. ഓക്കെ, സോ 2n, അപ്പോൾ 2n എന്നായി. r ഈക്വൽ ടു 1 ആകുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് 2n. ഓക്കെ, സോ 2n എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ടു ബി ആണ് അല്ലേ. 2n, b ഈക്വൽ ടു 2n. വാട്ട് ഈസ് b? b ഈസ് ഓൾസോ ഗിവൺ 100 kHz. സോ 2n ഈക്വൽ ടു 100 kHz. From that you can compute n equal to 50 kbps. Why it is kbps? നമ്മൾ ഇതിനെ കിലോ ഹേർട്സിൽ റെപ്രസെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മളെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് kbps റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ നിങ്ങൾ ഹേർട്സിലോട്ട് മാറ്റുക. കിലോ ഹേർട്സിന് ഹേർട്സിലോട്ട് മാറ്റിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിനെ ഡയറക്റ്റായിട്ട് നമുക്ക് ബി പി എസ് യൂണിറ്റിലായിട്ട് എഴുതാൻ പറ്റും. ബിറ്റ്സ് പെർ സെക്കൻഡ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ബിറ്റ്സ് പെർ സെക്കൻഡ് നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് എ സിഗ്നൽ ട്രാൻസ്മിറ്റിംഗ് അറ്റ് 12 Mbps for QPSK with the value of d equal to 0. This is a university question. The university ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ബാൻഡ്വിഡ്ത്ത് തന്നിട്ടുണ്ട്. ബാൻഡ്വിഡ്ത്ത് ഓഫ് ദ സിഗ്നൽ ട്രാൻസ്മിറ്റിംഗ് അറ്റ് 12 Mbps. ഇത് ബിറ്റ് റേറ്റാണ് തന്നിട്ടുള്ളത്. ബാൻഡ്വിഡ്ത്ത് കണ്ടുപിടിക്കണം. ബിറ്റ് റേറ്റ് തന്നിട്ടുണ്ട് 12 Mbps, അതായത് n തന്നിട്ടുണ്ട് 12 Mbps, d ഈക്വൽ ടു 0. ഒന്നുകിൽ നമുക്കിതിനെ ബി പി എസിലോട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ Mbps തന്നെ ഇടാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, r അറിയണം. വി നീഡ് ടു ഫൈൻഡ് ദ r അല്ലേ. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ബാൻഡ്വിഡ്ത്ത് ആണ്. ഓക്കെ, ഇപ്പോൾ ബാൻഡ്വിഡ്ത്തിൻ്റെ ഫോർമുല നമുക്കുണ്ട്. ബാൻഡ്വിഡ്ത്ത് ഈക്വൽ ടു 1 + d ഇൻറ്റു എസ്. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. ഓക്കെ, ബോഡ് റേറ്റ് തന്നിട്ടില്ല. ബോഡ് റേറ്റ് തന്നിട്ടില്ലാത്തതുകൊണ്ട് ബോഡ് റേറ്റ് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫോർമുല നമുക്കിവിടെ ഉണ്ട്. ബോഡ് റേറ്റ് ഈക്വൽ ടു n ഇൻറ്റു 1/r. അത് നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ നമുക്ക് r എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ വി ഓൾസോ മസ്റ്റ് നോ ദ വാല്യൂ ഓഫ് r. സോ QPSK ആണ്. ഇപ്പോൾ QPSK ആയതുകൊണ്ട് നമ്മളെപ്പോഴും ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2. വാട്ട് ഈസ് QPSK? QPSK മീൻസ് നമ്മൾ ഒരു സിഗ്നൽ എലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ 2 ബിറ്റാണ്. ഇതുപോലൊരു സിഗ്നൽ എലിമെൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ 2 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ എലിമെൻ്റ് ഉണ്ട്. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 2 ബിറ്റ്സ്, സേ 0 1. ഓക്കെ, നമുക്ക് ഇതുപോലൊരു സിഗ്നൽ എലിമെൻ്റ് ഉണ്ട്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ അനദർ ബിറ്റ് 1 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സിഗ്നൽ എലിമെൻ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വി റിക്വയർ 2 ബിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറയുന്നത്, ഇപ്പോൾ 2 ബിറ്റ് ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് സിഗ്നൽ എലിമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് 4 എണ്ണം വരും അല്ലേ. കാരണം ഇത് ഒരെണ്ണം, ഈ ഒരു സിഗ്നൽ എലിമെൻ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ ബിറ്റ്, ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ ഇത് ബിറ്റ്. ഓക്കെ, ഇനി വേറൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ 0 0 റെപ്രസെൻറ്റ് ചെയ്യാൻ ഇതാണ്. അടുത്ത ഇനി വേറൊരു സിഗ്നൽ എലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ ഒരു ബിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് L വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആറിൻ്റെ വാല്യൂ, r ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫ്രം r ഈക്വൽ ടു ലോഗ് L ടു ദ ബേസ് 2 അല്ലേ. ലോഗ് r ഈക്വൽ ടു ലോഗ് L ടു ദ ബേസ് 2. അപ്പോൾ ഇവിടെ നമ്മൾ Lന് പകരം നമ്മളിവിടെ 4 ആണ് കൊടുക്കേണ്ടത്. L ഇവിടെ, കാരണം 4 സിഗ്നൽ എലിമെൻ്റ് അല്ലേ, 4 സിഗ്നൽ എലിമെൻ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ആറിൻ്റെ വാല്യൂ വിൽ ബി 2. അങ്ങനെയാണ് നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ നമുക്ക് 2 ആയിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. QPSK കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് r വാല്യൂ ആസ് 2. ഓക്കെ, r വാല്യൂ നമുക്ക് 2 ആയിട്ട് എടുക്കാം. ക്ലിയർ? സോ r വാല്യൂ ഈസ് 2. യു ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് s ഈക്വൽ ടു എത്ര? s ഈക്വൽ ടു ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക
S equal to n, n is 12, R equal to 2, 12/2, 6 m baud. ഇത് മെഗാ ഹെർട്സ് ആയതുകൊണ്ട് നമ്മൾ ഇത് MBPS ആയതുകൊണ്ട് നമ്മളിതിനെ എല്ലാം മെഗയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ m baud. Now bandwidth, we will be finding the bandwidth. Bandwidth formula is B equal to 1 plus D into S. D is already given 0. Directly substitute, we will be getting 6 megahertz. ഇതെല്ലാം ഇവിടെ എല്ലാം മെഗ ആയതുകൊണ്ട് നമുക്കിതും ഹേർട്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി റെപ്രസെൻറ്റ് ആസ് മെഗാ ഹേർട്സ്. ഓക്കെ, ബാൻഡ്വിഡ്ത്ത് ഈസ് 6 മെഗാഹെർട്സ്. ദിസ് ഈസ് ദ ആൻസർ. ദിസ് ഈസ് എ 4 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി 4 മാർക്ക് കിട്ടും. Now another question. The telephone line has 4 kilohertz bandwidth. What is the maximum number of bits we can send using each of the following techniques? Let D equal to 0. അതായത് we are having a telephone line with a bandwidth of 4 kilohertz ആണ്. Okay, what is the maximum number of bits? What we need to find the maximum number of bits എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാക്സിമം നമ്പർ ഓഫ് ബിറ്റ്സ് വി ക്യാൻ സെൻഡ് യൂസിങ് ദ ഫോളോയിങ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ബിറ്റ് റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു കമ്പ്യൂട്ട് ദ ബിറ്റ് റേറ്റ്. ഓക്കെ, അപ്പം ബിറ്റ് റേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 സ്കീമും ASK, QPSK, 16QAM, 64QAM, ഈ 4 സ്കീമിലും നമ്മൾ എന്ത് ചെയ്യുന്നു? വിൽ ബി ഫൈൻഡിങ് ദ n വാല്യൂ ഓർ ദ ബിറ്റ് റേറ്റ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ബിറ്റ്സ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബിറ്റ് റേറ്റിൻ്റെ കണക്ക്. അപ്പോൾ നമ്മുടെ സൊല്യൂഷനിൽ വി ആർ ഗിവിങ് ദ ഫോർമുല B equal to bandwidth equal to 1 plus D into S. S can be written like this, S equal to n into 1/r, അല്ലേ? കാരണം ഇവിടെ നമുക്ക് S ഇല്ല, Sന് പകരം നമുക്ക് n മാത്രമേ ഉള്ളൂ. n ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാൻഡ്വിഡ്ത്ത് തന്നിട്ടുണ്ട്, നമുക്ക് ഇതിന് n ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി വിൽ ബി റീപ്ലേസിങ് S വിത്ത് ദിസ് ഫോർമുല, S equal to n into 1/r. സോ the formula will be becoming B equals to 1 plus D into n into 1/r. Okay, from this we can derive n equal to 1/1 plus D into r into B. This is the formula. ഇതൊന്ന് നമ്മൾ n പുറത്തെടുത്തു, അങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ D ഉണ്ട്, B ഉണ്ട്, നമുക്ക് R ഇല്ല. അപ്പോൾ ഓരോ സ്റ്റേജിലും ആറിൻ്റെ വാല്യൂ ഇസ് ഡിഫറൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ASKയുടെ ആറിൻ്റെ വാല്യൂ ആയിരിക്കില്ല QPSKയിലുള്ള ആറിൻ്റെ വാല്യൂ ആയിരിക്കില്ല QAMൽ. അപ്പോൾ അത് വാല്യൂ മാറും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വി നീഡ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് R ഫോർ ഈച്ച് കേസ്. ഓക്കെ, ആറിൻ്റെ ഫോർമുല എന്താണ്? R equal to log L to the base 2. ഓക്കെ, അപ്പോൾ L നമുക്ക് എന്താണെന്ന് അറിയാം. L എന്താണ്? L is the number of L is the type of the signal element. ഓക്കെ, ഏത് ടൈപ്പ് സിഗ്നൽ എലിമെൻറ്റ് എന്നുള്ളതാണ് L. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ASKയുടെ കേസിൽ ASK നമുക്ക് ഒരു ബിറ്റ് 0 ആണെങ്കിൽ ഒരു ആംപ്ലിറ്റ്യൂഡ്, 1 ആണെങ്കിൽ വേറൊരു ആംപ്ലിറ്റ്യൂഡ്, അങ്ങനെയല്ല ASK 0 ആണെങ്കിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഇല്ല, അല്ലേ? 1 ആണെങ്കിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്താണ്? 2 ടൈപ്പ് ഓഫ് സിഗ്നൽ എലിമെൻ്റാണ്, അല്ലേ? ഇവിടെ നമുക്ക് സിഗ്നൽ ഇല്ല, ഇവിടെ നമുക്ക് സിഗ്നൽ ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് സിഗ്നൽ എലിമെൻ്റാണ്. സോ ദ L വാല്യൂ ഈസ് 2. ക്ലിയർ? അപ്പോൾ നമ്മൾ L വാല്യൂ ഇവിടെ 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ക്ലിയർ? അങ്ങനെ L വാല്യൂ 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആറിൻ്റെ വാല്യൂ എന്ത് വരും? 1 എന്ന് വരും, അല്ലേ? ആറിൻ്റെ വാല്യൂ ഈസ് 1. Okay, from that we can compute n equals to, we will apply this formula apply ചെയ്യുമ്പോഴത്തേക്കും we'll be getting 4 kbps. ഇവിടെ എല്ലാം കിലോയിലെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് kbpsൽ റെപ്രസെൻറ്റ് ചെയ്യാം. Now second question is QPSK, quadrature phase shift keying. ക്വാഡ്രാച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ് ഞാൻ പറഞ്ഞു, 2 ബിറ്റ് ഒരു സിഗ്നൽ എലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വിൽ ബി യൂസിങ് 2 ബിറ്റ്സ്. ഇപ്പോൾ 2 ബിറ്റ്സ് ആണെങ്കിൽ നമുക്ക് എത്ര L വാല്യൂ വരും? 2 ബിറ്റ്സ് ആണെങ്കിൽ നമുക്ക് 00 റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു സിഗ്നൽ, 01 റെപ്രസെൻറ്റ് ചെയ്യാൻ വേറൊരെണ്ണം, 10 റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരെണ്ണം,
1 റെപ്രസെൻറ്റ് ചെയ്യാൻ വേറൊരു സിഗ്നൽ. അങ്ങനെ 4 ടൈപ്പ് ഓഫ് സിഗ്നൽ എലിമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ എൽ വാല്യൂ ഈക്വൽസ് 4. ക്ലിയർ? അപ്പോൾ QPSK ആണെങ്കിൽ L ഈക്വൽ ടു 4. അപ്പോൾ നമ്മളിവിടെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. log L to the base 2. log 4 to the base 2 is 2. So our value is 2. We'll be directly substituting this formula. The answer is 8 kbps. Now 16 QAM. അപ്പോൾ നിങ്ങൾ QAM വരുമ്പം ഇതൊന്നും നോക്കണ്ട, ഈ ഫ്രണ്ടിൽ എഴുതിയേക്കുന്ന അതായിരിക്കും എല്ലിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ R ഈക്വൽ ടു log 16 to the base 2 which is 4. ഓക്കെ, 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി ഗെറ്റിംഗ് ദ ആൻസർ 16 kbps. നൗ അടുത്ത 64 QAM. QAM എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സ്കീം അല്ലേ? ഇതിൽ എന്താണ് 64 ആണ് നമ്മളെ എൽ വാല്യൂ. അപ്പം ആറിൻ്റെ വാല്യൂ 6 ആവും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 24 kbps. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഇത് നിങ്ങൾ ഇന്ന് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. കാൽക്കുലേറ്റ് ദ ബോഡ് റേറ്റ് ഫോർ ദ ഗിവൺ ബിറ്റ് റേറ്റ് ആൻഡ് ദ ടൈപ്പ് ഓഫ് മോഡുലേഷൻ. ഫോർ ദ ടൈപ്പ് ഓഫ് മോഡുലേഷൻ, അതായത് ഫസ്റ്റ് കേസിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ബിറ്റ് റേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, 2000 BPS ആണ് ഫസ്റ്റ് ബിറ്റ് റേറ്റ് വന്നത്. അത് ഏത് സ്കീമാണ്? FSK സ്കീമാണ്. രണ്ടാമത്തത് 4000 BPS ആണ്, അത് ASK സ്കീമാണ്. രണ്ടാമത്തത് 6000 BPS QPSK ആണ് സ്കീം. മറ്റേ 36,000 BPS ആണ് ഇവിടെ 64 QAM ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ബോഡ് റേറ്റ്. ഓക്കെ, ബോഡ് റേറ്റിൻ്റെ ഫോർമുല S ഈക്വൽ ടു 1/R × N. ഓക്കെ, 1/R × N ആണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പോൾ ആറിൻ്റെ വാല്യൂ നമ്മൾ അറിയണം. എന്നിൻ്റെ വാല്യൂ എന്താണ്? എന്നിൻ്റെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. ഓരോ സ്കീമിലെ എന്നിൻ്റെ വാല്യൂ ആണ് ഇത്. 2000, 4000. ഓക്കെ, അതാണ് എന്നിൻ്റെ വാല്യൂ. ഓക്കെ, ഓരോ കേസിലും നമുക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് R ഫോർ ഈച്ച് കേസ്. ഓക്കെ, എന്തായിരിക്കും? FSK ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ, FSK എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ, അതായത് ഒരു ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ഫ്രീക്വൻസി, വേറൊരു ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേറൊരു ഫ്രീക്വൻസി അല്ലേ? അതാണ് FSK മനസ്സിലായില്ലെങ്കിൽ അതെടുത്ത് നോക്കുക, ആ വീഡിയോ എടുത്ത് നോക്കുക. FSK അതാണ്. അപ്പോൾ നമുക്കിവിടെ FSKയുടെ ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ FSKയുടെ ആറിൻ്റെ വാല്യൂ 2, ASK ആറിൻ്റെ വാല്യൂ 2. ഓക്കെ, സോറി, ആറിൻ്റെ വാല്യൂ 2 അല്ല, 1 ആണ്. FSKയുടെ വാല്യൂ 1, ASKയുടെ വാല്യൂ 1. ഓക്കെ, എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇവിടെ നമുക്ക് ഒരു സിഗ്നൽ എലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ബിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലിൻ്റെ വാല്യൂ, അതായത് ടൈപ്പ് ഓഫ് സിഗ്നൽ എലിമെൻറ്റ് എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമ്മൾ log L to the base 2, log 2 to the base 2 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇവിടെ അതുപോലെ 1 ആണ്. QPSK ആകുമ്പോഴത്തേക്കും അത് നമുക്ക് ആറിൻ്റെ വാല്യൂ 2 വരും. 64 QAM വരുമ്പോഴത്തേക്കും ആറിൻ്റെ വാല്യൂ എത്ര വരും? log 64 to the base 2 എത്ര? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. log 64 to the base 2 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആറിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഫോർമുല വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ASK PSK ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ ASK FSK ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 2ഉം, QPSK ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 4, 64 QAMൻ്റെ എല്ലിൻ്റെ വാല്യൂ 64. അത് നിങ്ങൾ യു ഹാവ് ടു കമ്പ്യൂട്ട് ദ R വാല്യൂ. എന്നിട്ട് നിങ്ങൾ ഓരോ കേസിൽ നിങ്ങൾ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഇത് കണ്ടുപിടിച്ച് എനിക്ക് ആൻസർ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ? ഇതോടുകൂടി we have completed the third module. In the next session we can discuss the university questions related to module 3. Okay, thank you.